അവർ 6-ാം തീയതി വന്നോട്ടെ. 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം. നിങ്ങളത് വന്നോ. അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അതൊരു പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലൊന്നും നടക്കില്ല. 6-ാം തീയതി രാവിലെ വന്നോ, ഞാൻ പൈസ തരാം. സുരേന്ദ്രേട്ടൻ അന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ എന്തെങ്കിലും ഓഫർ നൽകിയിരുന്നാ? അത് പറഞ്ഞിട്ടുണ്ടേ സാർ. പിന്നെ പറഞ്ഞില്ല, പിൻവലിച്ചു. പൈസയാണോ തന്നിരുന്നേ? പൈസയാണ്. എത്ര രൂപയാ? 2.5. 15 പറഞ്ഞിട്ട് 2.5 തന്നു. എത്ര? 2.5 ലക്ഷം. ജാനുവിന് 10 ലക്ഷം, പ്രസീതയുടെ പാർട്ടി ചെലവിന് 1 ലക്ഷം, അപരൻ കെ സുന്ദരിക്ക് 2.5 ലക്ഷം. ഒന്ന് വന്നാൽ മതി, കയ്യിൽ തന്നോളാം എന്ന നിലയ്ക്ക് കൈയഴിച്ചു ചെലവഴിച്ച പണത്തിന്റെ, ഡിജിറ്റൽ പണത്തിന്റെ ഇതുവരെ പുറത്തു വന്ന കണക്കിങ്ങനെയാണ്. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ സഹായികളിലേക്കും അന്വേഷണം നീണ്ടുചെന്നിരിക്കുന്നു. 2 പേർക്കും ധർമ്മരാജനെ അറിയാം, സുരേന്ദ്രനും അറിയാമെന്നാണ് മൊഴി. പാർട്ടി ചുമതലയില്ലെന്ന് ആണയിടുന്ന ധർമ്മരാജന്റെ വിളികളുടെ പട്ടികയിൽ അമ്പുകൊള്ളാത്തവരാരുമില്ല കുരുക്കളിൽ എന്നുള്ളതാണ് സ്ഥിതി. അരികത്തോളം അന്വേഷണ സംഘം എത്തി നിൽക്കുമ്പോൾ അധ്യക്ഷൻ പക്ഷേ ഏകനാണ്. പ്രതിരോധിക്കാനോ പരിച പിടിക്കാനോ പാർട്ടിയിലെ മറ്റു നേതാക്കൾ തയ്യാറല്ല. പരസ്യ പ്രതികരണം വിലക്കിയ കേന്ദ്രത്തിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട് മൗന സമ്മർദ്ദത്തിലാണവർ. കൊടകരയിലെ കുടലിൽ തലകുടുങ്ങിയതാർക്ക്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM-ൽ നിന്ന് ജെക്സി തോമസും കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറുമാണ് ഇന്ന് ഈ ചർച്ചയിൽ ചേരുന്നത്. ശ്രീ KK അനീഷ് കുമാർ, ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും അടുത്തുള്ള 2 പേരിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തി നിൽക്കുകയാണ്. വലിയ സമ്മർദ്ദത്തിലാണ്, അത് പുറത്തു കാണിക്കുന്നില്ല എങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇത്രത്തോളം ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയരുമ്പോൾ ഈ അന്വേഷണം അവസാനിക്കുന്നതുവരെ മാറി നിൽക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ലേ? എന്താണ് അതിൻ്റെ ആവശ്യം? ഇത് രാഷ്ട്രീയ പ്രതിയോഗികൾ ആസൂത്രിതമായി നടത്തുന്ന ഒരു ഗൂഢാലോചന ഫലമായിട്ടാണ് BJPയുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നത്. ഈ സംഭവത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഇതിനോടകം വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ സംഭവം ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ്, കള്ളപ്രചരണമാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. കൊടകര കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് BJP ഈ സംഭവത്തിൽ ആദ്യമായിട്ട് വലിച്ചിഴക്കുന്നത്. ആദ്യം പുറത്തു വന്ന വാർത്ത എന്താ? നിങ്ങളുടെ മാതൃഭൂമി പത്രം ഉൾപ്പെടെ ചാനൽ ഉൾപ്പെടെ ആദ്യം കൊടുത്ത വാർത്ത എന്തായിരുന്നു? ആ വാർത്ത BJP നേതാക്കന്മാർ കവർച്ച നടത്തി എന്നുള്ള വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്. ഒരു 1.5 ആഴ്ചക്കാലം നിങ്ങളത് ആഘോഷിച്ചല്ലോ. ഇപ്പോൾ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു, ഇന്നും ഒരു പ്രതിയെ പിടിച്ചു. ഇതിലെവിടെയാണ് BJPക്കാർ? ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കൊടുത്ത വാർത്തയുടെ അവസ്ഥ എന്തായി? ഏത് BJPക്കാരാണ് കവർച്ച നടത്തിയത്? ഏത് നേതാക്കന്മാരാണ് കവർച്ച ആസൂത്രണം ചെയ്തത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കവർച്ചയെക്കുറിച്ച് മിണ്ടാത്തത്? അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ഓരോ കള്ളം ഉന്നയിക്കും, ആ കള്ളം പൊളിയുന്ന സമയത്ത് അടുത്ത കള്ളം ഉന്നയിക്കും. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൊടകര പണം കവർച്ച ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം വന്ന സമയത്ത് വളരെ വ്യക്തമായി ഞാനും സംസ്ഥാന അധ്യക്ഷനും ഞങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞു, കവർച്ചയുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങളുടെ ആരും തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണം നടത്ത്, തെളിയിക്ക്. ഇപ്പം എന്തായി? 21 പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ ഏത് BJPക്കാരനാണുള്ളത്? എന്താണ് CPM ഉണ്ടാത്തത്? എന്താണ് CPI ഉണ്ടാത്തത്? ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിക്കാം ആരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വിവരങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. മാർട്ടിൻ ഇതിലെ മുഖ്യപ്രതി, ഈ സംഭവത്തിലെ മുഖ്യപ്രതി ആരാണ്? വെള്ളയനാട് യൂണിറ്റ് സെക്രട്ടറി, AIYFന്റെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ വെള്ളയനാട് യൂണിറ്റ് സെക്രട്ടറി. ഞാൻ ഫോട്ടോ കാണിക്കാം. അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് മാർട്ടിൻ, ഇതാ നിൽക്കുന്നു. ഉറപ്പാണ് LDF. ഇതാണ് മാർട്ടിൻ. ഇതുപോലെ ലിബിൻ, വെള്ളക്കാട് യൂണിറ്റ് സെക്രട്ടറി AIYFന്റെ, ഇതാ നിൽക്കുന്നു പാർട്ടി പരിപാടിയിൽ. CPMന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ. എന്താണ് രാഷ്ട്രീയ പശ്ചാത്തലം? ഇനി റെജിൽ, ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത 3.5 ലക്ഷം രൂപ കവർച്ചാ പണം പങ്കുവച്ചു എന്ന് പറയുന്ന പ്രതി, ഞങ്ങളുടെ 2 പ്രവർത്തകരെ കൊല ചെയ്ത സത്യേഷിനെയും പ്രമോദിനെയും കൊല ചെയ്ത കേസിലെ പ്രതി റെജിൽ. ആ റെജിലിൻ്റെ ഫോട്ടോ നിങ്ങൾ നോക്കൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്? ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റു പ്രതികൾ, ഇതിലെ അലിയാണെങ്കിലും സുജീഷ് ആണെങ്കിലും
ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ ബഹുഭൂരിപക്ഷവും CPM ചുമതലയുള്ളവരാണ്, CPM സഹയാത്രികരാണ്. ബാക്കിയുള്ള ബഷീറിനെ പോലുള്ള റഹീമിനെ പോലുള്ള ആളുകള് ലീഗിന്റെ ആളുകളാണ്. ഇപ്പൊ എന്ത് പറയുന്നു? BJP നേതാക്കൾക്ക് പങ്കില്ല എന്ന് കൃത്യമായി വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ നേതാക്കൾക്കോ? ഇന്ന് CK പത്മനാഭൻ പറഞ്ഞത് എന്താണ്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ്. ഈ BJPയുടെ ഏറ്റവും വലിയ നേതാക്കൾക്ക് തന്നെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പാർട്ടിക്ക് പിന്നെ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? CK പത്മനാഭൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഒരു പൊതു തത്വമാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രതിരോധം, പാർട്ടി ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. BJPയെ വേട്ടയാടുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞത്. കള്ളക്കേസുണ്ടാക്കി BJPയെ വേട്ടയാടുന്നവരെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് അത് BJP നേതാക്കന്മാരെ കുറിച്ചാണെന്ന് ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് മനസ്സിലായത് അത് അങ്ങനെയാണ്. BJPയെ വേട്ടയാടുന്നവര് അവരെയാണ് ഉപ്പ് തിന്നവർ എന്ന് പറയുന്നത്. അവരാരായാലും നാളെ വെള്ളം കുടിക്കും, സത്യം പുറത്തു വരും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മിസ്ലീഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെ വേട്ടയാടുന്നവർ ആരാണെങ്കിലും അത് നാളെ പുറത്തു വരും. അങ്ങനെയല്ല പറഞ്ഞത്. പാർട്ടി ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തെ കുറിച്ചാണ്, അല്ലാതെ ഇനി ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരെ കുറിച്ച് പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞതല്ല. ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ വേർഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയെ വേട്ടയാടുന്നവർ ആരാണെങ്കിലും അവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ഇതിൽ ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ഇതിൽ തെറ്റ് ചെയ്യുന്നവർ ആരാണെങ്കിൽ അവർ നാളെ പുറത്തു വരും. കവർച്ച കേസിൽ അത് നമ്മൾ കണ്ടല്ലോ. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? ധർമ്മരാജൻ്റെ വാദിയാണ് ധർമ്മരാജൻ. ഈ കവർച്ച കേസിൽ വാദിയാണ് ധർമ്മരാജൻ. ആ വാദിയായിട്ടുള്ള ധർമ്മരാജന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് BJP നേതാക്കന്മാരെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതികളുമായിട്ട് ബന്ധമുള്ള CPM നേതാക്കന്മാരെ, CPI നേതാക്കന്മാരെ എന്താ ചോദ്യം ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടാത്തത്? പ്രതികളുമായിട്ട് അങ്ങ് ചില BJP നേതാക്കളെ നേരിട്ട് വിളിച്ച് അതിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഈ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളെ വിളിച്ചു ചോദിക്കാൻ അങ്ങേ പ്രചോദിപ്പിച്ച ഘടകം എന്താണ് ശ്രീ KK അനീഷ് കുമാർ? മാധു, ഈ വിഷയത്തിൽ കവർച്ചയെക്കുറിച്ചിട്ടാണ് ഞാൻ അന്വേഷണം നടത്തിയത്. കവർച്ചയെക്കുറിച്ച് അന്വേഷണം ഞാൻ നടത്തിയ സമയത്ത് ഇതിലെ കവർച്ചക്കാർ ഇപ്പോൾ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത ഇതേ പ്രതികളെ തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞത് ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടാം, ഈ സംഭവത്തിൽ BJPക്ക് ഒരു പങ്കുമില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാനുള്ള കാരണം ഈ അന്വേഷണം നടത്തി ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ബോധ്യപ്പെട്ട സത്യമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പോലീസിന് ഇതുവരെ പറയാൻ സാധിക്കുന്നില്ല കവർച്ച ചെയ്ത പണം ഏതാണ്. ശ്രീ KK അനീഷ് കുമാർ, കവർച്ച ചെയ്ത പണം ഏതാണ്? ഇതൊരു കവർച്ചാ കേസ് മാത്രമായി അങ്ങ് ചുരുക്കുമ്പോൾ കവർച്ച ചെയ്ത പണം ഏതാണ്? അത് എത്രയാണ്? കവർച്ച ചെയ്യപ്പെട്ട പണത്തെ കുറിച്ചിട്ട് അതിന് അധികാരമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു. ആ പണം വീണ്ടെടുക്കാനുള്ള ശ്രമം അങ്ങും നടത്തി. അപ്പോൾ ആ പണം എത്രയാണ്, അത് ഏതാണ്? അങ്ങേക്കൊരു ധാരണയുണ്ടായി കാണുമല്ലോ. നിങ്ങൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അന്വേഷിച്ചത് കവർച്ചയിൽ BJP നേതാക്കന്മാർക്ക് പങ്കുണ്ടോ BJP ജില്ലാ അധ്യക്ഷൻ സംസ്ഥാനത്തുള്ള എല്ലാ കവർച്ചാ കേസും അന്വേഷിക്കാൻ അധികാരപ്പെട്ട ഏജൻസി അല്ലല്ലോ ശ്രീ KK അനീഷ് കുമാർ. സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കവർച്ചാ കേസും അന്വേഷിക്കില്ലല്ലോ. ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണത്തിന് എങ്ങനെയാണ് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് അന്വേഷണം നടത്തിയത്? അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് മാധു. ഇതാ നിങ്ങളുടെ പത്രം, മാതൃഭൂമി പത്രം. ഈ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. നിങ്ങളുടെ പത്രമാണ് പറഞ്ഞത് BJP നേതാക്കന്മാരാണ് കവർച്ച ആസൂത്രണം ചെയ്തത്, പണം തട്ടിയെടുത്തത്. ദിവസങ്ങളോളം നിങ്ങൾ എഴുതി. ഇത് മുഴുവൻ നിങ്ങൾ പരിശോധിക്കണം. ദിവസങ്ങളോളം നിങ്ങൾ എഴുതി കവർച്ച നടത്തിയത് BJP നേതാക്കന്മാരാണ്, പണം തട്ടിയെടുത്തത് BJP ആണ്. മാതൃഭൂമി പത്രം തുടർച്ചയായി എഴുതി. BJP നേതാക്കന്മാർ കവർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതില്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞാൻ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാണ്. ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ കവർച്ച നടത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കണോ? ആർജവം കുറിച്ച് അന്വേഷണം നടത്തി.
തീർച്ചയായും ധർമ്മരാജൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് BJP നേതാക്കന്മാർ അല്ല BJP ശ്രീ കെ അനീഷ് കുമാർ അങ്ങേക്ക് കേൾക്കാമോ? ശരി, ശ്രീ കെ അനീഷ് കുമാർ മേള ആശയവിനിമയത്തിൽ ചെറിയ തടസ്സമുണ്ട്, അപ്പോഴേക്ക് തിരികെ വരാം. ശ്രീ ജേക്സി തോമസ്, അദ്ദേഹം പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോൾ BJP പുറത്താണ്. ജനസാമാന്യത്തിന് മുന്നിൽ ഈ പ്രതികളുടെയൊക്കെ രാഷ്ട്രീയ ബന്ധം ആരോപിക്കുമ്പോൾ CPM ആണ് പ്രതിക്കൂട്ടിൽ എന്നുള്ളതാണ് ശ്രീ കെ അനീഷ് കുമാറിന്റെ വാദം. ഇതിൽ അദ്ദേഹം ഇവിടെ ഉയർത്തിയ എല്ലാ വാദങ്ങളോടും അതേ നിലയിലൊന്നും പ്രതികരിക്കുക അസാധ്യമാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരായി പറഞ്ഞവരാണല്ലോ. അല്പമൊക്കെ അന്തസ്സും തൊലിക്കെട്ടിയും ആത്മാഭിമാനവുമൊക്കെ മനുഷ്യരായി പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാകും. BJP ആയത് ഇല്ലാതാകുമോ എന്നൊക്കെയുള്ളത് ഈ സംവാദം കാണുന്ന ആളുകൾ ശ്രദ്ധിക്കട്ടെ. അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ആരോപണങ്ങൾ എത്രയോ ദിവസങ്ങളായി അങ്ങയുടേതുൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിഷയം ഇപ്പോൾ സംവാദ മുറികളിലേക്ക് എടുത്തിട്ട് തന്നെ ഏതാണ്ട് 3-4 ദിവസങ്ങൾ പിന്നിടുകയാണ്. ആദ്യ ദിനങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായൊരു സമീപനമായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കൂടുതൽ തെളിവുകളുടെ സാന്നിധ്യത്തിൽ ഇത് അവഗണിച്ച് മുമ്പോട്ടേക്ക് പോവുക കേരളത്തിൻ്റെ പൊതുബോധത്തിന് അസാധ്യമാണ് എന്ന നിലയിലേക്ക് വന്നു. എന്തായിരുന്നു ഓരോ ദിവസവും വെളിയിൽ വരുന്ന വാർത്തകളുടെയും തെളിവുകളുടെയും പ്രത്യേകത എന്തായിരുന്നു? കേരളത്തിൽ BJP എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു BJPയുടെ കാഴ്ചപ്പാട് അവർ ഒരു വർഗീയതയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു സംഘടിത കൊലയാളി സംഘം എന്ന നിലയിൽ നമ്മൾ BJPയെ കാണാറുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷ പൊതുബോധം അങ്ങനെ BJPയെ വിലയിരുത്തിയിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അതിൻ്റെ പ്രത്യേകതയായിരുന്നു. പക്ഷേ എന്താണ് ഇവർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരൊരു സംഘടിത പിടിച്ചുപറി സംഘം കൂടെയാണ് എന്ന് തെളിയിക്കപ്പെട്ട അനുഭവമാണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള BJPയുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ ഈ പറയുന്ന ആലപ്പുഴയിലെ ജില്ലാ ട്രഷറർ ഉൾപ്പെടെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഏറ്റവും അടുത്ത സഹായിയും സെക്രട്ടറിയും ഉൾപ്പെടെ എത്രയോ RSSന്റെ പ്രചാരകരെ BJPയുടെ ജില്ല മുതൽ തൃശ്ശൂർ ജില്ല മുതൽ സംസ്ഥാനം വരെ നേതൃപദവി അലങ്കരിക്കുന്ന എത്രയോ ആളുകളെ ഇതിനോടകം പോലീസ് തെളിവെടുപ്പിന് വേണ്ടി വിളിപ്പിച്ചു. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ്, ഇവർ എന്ത് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്? ഇവിടെ ഇരിക്കുന്ന BJPയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ പറയണ്ടേ, എന്നാൽ ഞങ്ങളെ വിളിപ്പിച്ചത് ഈ കേരളത്തിൽ നിന്ന് എങ്ങനെ കള്ളപ്പണം ഇല്ലാതാക്കാം എന്ന് പോലീസിന്റെ പ്രത്യേക അന്വേഷണം നടത്തി ഞങ്ങൾ ചില വിലപ്പെട്ട വിവരങ്ങൾ, കള്ളപ്പണ ഇറാഡിക്കേഷനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇയാൾ പറഞ്ഞോ? ഇല്ലല്ലോ. അതായത് പട്ടാപ്പകൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വെച്ചൊരു പിടിച്ചുപറി നടക്കുന്നു. അതായത് BJPയുടെ തന്നെ തെരഞ്ഞെടുപ്പിന് ഫണ്ടിന് വേണ്ടി കൊടുത്തയക്കപ്പെട്ട തുക ഇവരുടെ പാർട്ടിക്കകത്തെ തന്നെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറേ സംഘടിത കൊട്ടേഷൻ സംഘങ്ങളെയോ ആരെയാണോ അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട് അവരെയൊക്കെ ഉപയോഗിച്ച് ഇവരുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കൊടുത്തയക്കപ്പെട്ട കുഴൽപ്പണത്തെ പിടിച്ചുപറി നടത്തുകയാണ്, മോഷണം നടത്തുകയാണ് ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ. ഇത് രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നിട്ടെന്താണ് ഇതേപോലെ നാണം കെട്ട് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ തലകുനിച്ച് നിൽക്കേണ്ട വന്ന ആളുകൾ ഒരു സംവാദങ്ങളിലും പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല, ഒരു മാധ്യമ ചർച്ചകൾക്ക് മുമ്പിലും മുഖം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ തൃശ്ശൂർ ജില്ലാ നേതൃത്വം വരെ പ്രതിയിറക്കപ്പെട്ട, കുറ്റമാരോപിക്കപ്പെട്ട, കേരളത്തിന്റെ പൊതുബോധത്തിന് മുമ്പിൽ കൈയോടെ പിടിക്കപ്പെട്ട, അനാവരണം ചെയ്യപ്പെട്ട മുഖവുമായി നിന്നപ്പോൾ ഒരു നേതാക്കന്മാരെയും നമ്മൾ ഈ മാധ്യമ മുറികളിൽ കണ്ടില്ല. ഒരു ന്യായീകരണം നടത്തുവാൻ, ഒരു വിശദീകരണം നൽകുവാൻ ഒരാളെയും കണ്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ ബഹുമിടുക്കനായ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഏത് വിഷയത്തെയും ഇവർ ന്യായീകരിക്കുന്നതിൽ ഇവർക്കുള്ള മിടുക്ക് നമ്മളിപ്പോൾ കാണാറുള്ളതാണ്. പെട്രോൾ ഡീസൽ വില വർധനവും മുതലുള്ള വിഷയങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തുകൊണ്ട് ഇവർ വന്നില്ല? ഇവർ കേരളത്തിന്റെ പൊതുബോധത്തിന് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ട മുഖവുമായി പിടിച്ചുപറി സംഘത്തിന്റെ പ്രതിനിധികളായി ഇവർ മാറി എന്ന കുറ്റബോധം കൊണ്ട് ഇവർ വന്നില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ വാദികളാണത്രേ. ഏത് കേസിലാണ് ഇവർ വാദികൾ ഒന്ന് പറയണ്ടേ? ആ വാദിയായി കൊടുത്ത കേസിന്റെ പരാതിയുടെ പ്ലീ എന്താ? കേരള പോലീസിനോടുള്ള സമ്മതിച്ചു. ഇവരുടെ RSSന്റെ പ്രചാരകൻ ഏതോ കേസിലെ വാദിയാണെന്ന് പറയും പോലും. എന്താ കേസ്? ഇദ്ദേഹം പറഞ്ഞു ഇല്ലല്ലോ. കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന കുഴൽപ്പണം, ആ കുഴൽപ്പണം പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് കേസ്. ആ പ്ലീ എന്തായിരുന്നു? ഇനി 25 ലക്ഷം കാണാതെ പോയി എന്നുള്ളതാണോ? എത്ര രൂപ പിടിച്ചേ? 1 കോടി രൂപ തുകയ്ക്ക് മേൽ പിടിച്ചില്ലേ? ഇതേവരെ ശേഖരിക്കപ്പെട്ട മൊഴികളിൽ എത്രയാണ്? ആ കോടിയുടെ അളവ് 9 കോടിയിലേക്ക് വരെ നീളുമെന്നുള്ളതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ വാർത്തകളൊക്കെ വരുമ്പോഴും ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവുമായി CPM-ലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. ശ്രീ കെ അനീഷ് കുമാർ നേരത്തെ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ആവർത്തിക്കുന്നില്ല. മാത്രമല്ല ഈ ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കെ സുരേന്ദ്രൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPM-ന് കിട്ടിയ 25 ലക്ഷത്തിന്റെ കണക്ക് കൂടി പറയുന്നുണ്ട്.
അതായത് BJP-യുടെ തൃശ്ശൂരാവട്ടെ സംസ്ഥാനമാവട്ടെ ഏതെങ്കിലും ഒരു അധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഇനി കേരളത്തിന്റെ മാധ്യമ സമൂഹത്തിന് മുമ്പിൽ അവശേഷിക്കുന്നുണ്ടോ? BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേസിനെ സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ ബത്തേരി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി CK ജാനുവിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന തുക, ആ തുക മറ്റൊരാൾ മുഖേനയാണ് കൊടുത്തത്. ജനാധിപത്യ രാഷ്ട്രീയ സംഘടന എന്നോ മറ്റോ പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്കാണ് കൊടുത്തയക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേവരെയുള്ള വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നെഞ്ചു പിരിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? എനിക്കിവരെ അറിയില്ല, ഞാനും ഇവരും തമ്മിലൊരു ഇടപാടുമില്ല. ഇത്ര തെളിവുകൾ വെളിയിൽ വന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിയിൽ വന്ന തെളിവിന്റെ പ്രത്യേകത എന്താ? ലൈവ് ടെലിഫോൺ റെക്കോർഡാണ്, ഫോൺ സംഭാഷണമാണ്. തള്ളിക്കളഞ്ഞോ ഇദ്ദേഹം? അല്ലെങ്കിൽ സംസാരിച്ചയാൾ തള്ളിക്കളഞ്ഞോ? ആരും വേണ്ടിയിട്ടില്ലല്ലോ. ഇന്ന് തൊട്ട് മുമ്പ് നമ്മൾ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന് ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ട് മെസ്സേജുകൾ വെളിയിൽ വരികയാണ്. അത് കെട്ടിച്ചമച്ചതാണ് എന്ന് നാവ് ഉയർത്തി വർത്തമാനം പറയുമാണ്. ഏതെങ്കിലും ഒരു BJP-യുടെ അന്തസ്സുള്ള നേതാവിനെ, അന്തസ്സുള്ള എത്ര പേര് BJP-യിലുണ്ടെന്നുള്ളത് വേറെ കാര്യം, ഏതെങ്കിലും ഒരാളെ നമ്മൾ കണ്ടോ? അതായത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ എനിക്ക് ബന്ധമില്ല, എനിക്കറിയില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് ഇടനിലക്കാരില്ല എന്ന് പറഞ്ഞ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് നേരിട്ടുള്ള ഫോൺ റെക്കോർഡ്, അതേപോലെ തന്നെ വാട്സപ്പ് സ്ക്രീൻഷോട്ട്, അവർ കൊടുത്തയച്ച പണത്തെ സംബന്ധിച്ചുള്ള നേരിട്ടുള്ള വിവരങ്ങൾ ഇത്രയും നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ എന്ത് ക്രെഡിബിലിറ്റിയാണ് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ കാസർകോട്ടെ ഇന്നത്തെ കേസോ? ഒരു അപറിന് കൊടുക്കാൻ 2.5 ലക്ഷം രൂപയൊക്കെ വെച്ച് ഫണ്ട് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ ഈ സംസ്ഥാനത്ത്? അപ്പോൾ തിരഞ്ഞെടുപ്പിന് ചെലവഴിച്ച ഫണ്ട് എത്രയായിരിക്കും? അതിന്റെ സോഴ്സിനെ പറ്റിയുള്ള ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു അപറിന് 2.5 ലക്ഷം രൂപ പിന്മാറാൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്രത്തോളം സാമ്പത്തിക ധാരാളിത്തത്തിലേക്ക് പാർട്ടി ഇവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? മാധു, അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ജയിക്ക് മറുപടി പറയുന്നില്ല? നിങ്ങൾ ആദ്യം ഉന്നയിച്ചത് ജയിക്കിൻ്റെ നേതാക്കന്മാർ, ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള MP രാജേഷ്, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ തുടങ്ങിയവരെല്ലാം ഉന്നയിച്ച ആരോപണം BJP നേതാക്കന്മാർ കവർച്ച നടത്തിയെന്നല്ലേ? നിങ്ങൾ വളരെ വ്യക്തമായി പത്രസമ്മേളനം വിളിച്ച് വരെ ആരോപണം ഉന്നയിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ കവർച്ചയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഈ കവർച്ചയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല? ഞാൻ സംസാരിക്കുന്ന തെളിവുകളുമായിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രവർത്തകരാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അപ്പോൾ നിങ്ങളിപ്പോൾ കവർച്ച വിട്ടു, കവർച്ചയെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. കവർന്നെടുത്ത പണം എത്രയാണെന്ന് ജയിക്കാൻ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം, നിങ്ങളുടെ പ്രവർത്തകരോട് ചോദിക്കണം. കാരണം നിങ്ങളാണ് കവർന്നെടുത്തത്, നിങ്ങളാണ് ഈ സംസ്ഥാനത്തിലെ മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ ആരോപണം ഉന്നയിച്ചത് ഞങ്ങൾക്കുണ്ടായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ അങ്ങയോട് ആദ്യം തന്നെ പറഞ്ഞു. ധർമ്മരാജനാണ് പറഞ്ഞത്. ധർമ്മരാജൻ ഞങ്ങളോട് മാത്രമല്ല അങ്ങയോടും പറഞ്ഞു. അതിന്റെ പേരിൽ അങ്ങ് BJP നേതാക്കളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആ വിവരം, പൈസ നഷ്ടപ്പെട്ടത് ആരാണോ അവർ പറഞ്ഞ വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതങ്ങ് മനസ്സിലാക്കൂ. ഒരിക്കലുമല്ല. ഒരു പോലീസും ഒരു ധർമ്മരാജനും BJP-ക്കാരാണ് ഇതിലെ പ്രതികൾ, BJP ഇത് ചെയ്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ്. തീർച്ചയായും നിങ്ങൾ തുടർച്ചയായി BJP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ, ആക്ഷേപം ഉന്നയിച്ചാൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ പരിശ്രമിക്കണ്ടേ? സത്യം പുറത്തു വരണ്ടേ? അതിനെന്താണ് തെറ്റ്? ഇപ്പൊ അതാണ് പ്രശ്നം. മാധ്യമങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല, ധർമ്മരാജൻ പറഞ്ഞതനുസരിച്ചാണ് അങ്ങ് ദീപകിനെ വിളിച്ചത്. അതിന്റെ യാഥാർത്ഥ്യം പറയാൻ, അയാളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അറിയാനാണ് അങ്ങ് ദീപകിനെ വിളിച്ചത്. അപ്പോൾ ധർമ്മരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിന് മുന്നിലും പറഞ്ഞ വിവരങ്ങളാണ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ പിന്നിലാണ് രാഷ്ട്രീയ ആരോപണങ്ങളും വന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് കൂടി തിരികെ വരാം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇന്ന് കെ മുരളീധരൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം രൂക്ഷമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കെ മുരളീധരൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അത് ഈ ഫണ്ടിനെ പറ്റിയാകട്ടെ, ഹെലികോപ്റ്റർ യാത്രയെ പറ്റിയാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ കേസിന്റെ പോക്ക്, ഇത് സംബന്ധിച്ച ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്തിന്? ഏറ്റവും അവസാനം പുറത്തു വന്ന ഈ സുന്ദരയുമായി ബന്ധപ്പെട്ട അപരന് കൊടുത്ത 2.5 ലക്ഷം രൂപ, ഈ കേസിന്റെ പോക്കിനെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇത് ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം, രാഷ്ട്രീയ കുറ്റകൃത്യമാണ് ഈ കുഴൽപ്പണ കേസ്, BJP ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇവിടെ
എൻ്റെ സുഹൃത്ത് BJPയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ വാദഗതി ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, സി കെ പത്മനാഭൻ്റെ പ്രതികരണം നമ്മളെല്ലാവരും കേട്ടതാണ്. CK പത്മനാഭനോട് ചോദിക്കുന്നു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ആരോപണത്തെപ്പറ്റി, ഈ കുഴൽപ്പണ കേസിനെ പറ്റി താങ്കളുടെ മറുപടി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അത് കേൾക്കുന്ന സാമാന്യയുക്തിയുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്, കെ സുരേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അനീഷ് കുമാർ പറയുമ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം ചുമ്മാതെ പറഞ്ഞതാണെന്ന്. ചുമ്മാതെ പറയാനാണെങ്കിൽ ഞെട്ടില്ല വട്ടയില്ല, കാളകിടക്കും കയറോടും തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയാമായിരുന്നല്ലോ. അതൊന്നും പറയാതെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആണ്. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യവും മലയാള പാണ്ഡിത്യവും ഒക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികൾക്കും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. 2, അദ്ദേഹം പറയുകയാണ്, ഇത് എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടു, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ വിഷയത്തിൽ BJPക്ക് പങ്കില്ല എന്ന് ബോധ്യപ്പെടാത്ത 3 ആളുകൾ, ഒന്ന് ഈ ചർച്ചയുടെ മോഡറേറ്ററായ മാധുവും, പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും, മറ്റൊന്ന് CPMൻ്റെ പ്രതിനിധിയായ ശ്രീ ജയ്ക്കും മാത്രമാണ് ഇത് ബോധ്യപ്പെടാത്ത ആൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യമുണ്ട്, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും BJP ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് ബോധ്യമുണ്ട് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ, സാധാരണഗതിയിൽ നമ്മളെല്ലാം ഇപ്പോൾ ഞാനായാലും ജയ്ക്കായാലും നിരന്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. മാധു നിരന്തരം ചർച്ചകൾ നടത്തുന്നയാളാണ്. ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ചില BJPയുടെ നേതാക്കന്മാരുണ്ടല്ലോ. സന്ദീപ് വാര്യർ, അദ്ദേഹത്തെ നമ്മൾ ഏതെങ്കിലും ചർച്ചയിൽ കണ്ടോ? സുരേഷ്, അദ്ദേഹത്തെ നമ്മൾ ഏതെങ്കിലും ചർച്ചയിൽ കണ്ടോ? സന്ദീപ് വചസ്പതി ഏതെങ്കിലും ചർച്ചയിൽ കണ്ടോ? അതായത് BJPയുടെ ഇപ്പോൾ പല ചാനലുകാരും, നമ്മുടെ സുഹൃത്തുക്കളായ ചാനൽ ആങ്കർമാർ ചെയ്യുന്നത് BJPയുടെ ഒരു പ്രതിനിധിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് ചാക്കുകൊണ്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു BJPക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടൊന്ന് ചർച്ചയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കൺവിൻസ്ഡ് ആയ ഒരു കേസ് BJPയുടെ വക്താക്കന്മാർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ അത് പിന്നെ ആർക്കാണ് നിങ്ങൾ ഇതിൻ്റെ ബോധ്യങ്ങൾ കൊടുക്കേണ്ടത്? കാരണം പാർട്ടിയുടെ പ്രസിഡന്റാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റിനെതിരെയാണ്. എന്നിട്ടും നിങ്ങളുടെ ഭാഗം ഇത്രയേറെ ക്ലിയർ ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് BJPയുടെ മുൻനിര വക്താക്കന്മാർ ഇതിൽ പ്രതികരണവുമായിട്ട് വരാത്തത്? അതും അവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റാണ്. ഇനി അടുത്തതായിട്ട് അനീഷ് പറയുകയാണ്, സുഹൃത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ അന്വേഷണം നടത്തി. ഞാൻ ചോദിക്കട്ടെ, മാധു ചോദിച്ചതുപോലെ നാട്ടിലെ ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണെന്നാണ്. ഇപ്പോൾ ശ്രീ അനീഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് IPS കേഡറുള്ള ജില്ലാ SP, ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത് തത്തുല്യമായ സ്ഥാനമാണ്. കാരണം അതാത് ജില്ലയിൽ ഏത് കവർച്ചാ കേസ് നടന്നു കഴിഞ്ഞാലും ഇവരാ പോലും അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് BJPയുടെ അന്വേഷണ സംഘം ആ സുകുമാരക്കുറുപ്പിനെയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ കുറേ നാളായിട്ടുള്ളൊരു വലിയ ചോദ്യവും ആശങ്കയും അതുകൂടി നിങ്ങളൊന്ന് പരിഹരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് കവർച്ചാ കേസല്ല. ആ കവർച്ചാ കേസ് എന്തോ ആയിക്കോട്ടെ, അത് കവർന്നതിനകത്ത് BJPക്കാർക്ക് പങ്കുണ്ടോ ഇല്ലയോ ഉള്ളതല്ലല്ലോ കേരളം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് CPMകാർ ഉൾപ്പെട്ടിട്ടുണ്ടോ, CPIക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം മറുപടി പറയേണ്ടെന്ന ബാധ്യത എനിക്കില്ല. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇവിടുത്തെ ചർച്ച എന്താ? ഇപ്പം നാട്ടിൽ എന്തോരം മോഷണ കേസുകൾ നടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ ടെലിവിഷൻ ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇവിടുത്തെ ചർച്ച ഇത് BJPയുടെ കുഴൽപ്പണ കേസായതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ കുഴൽപ്പണമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്. നിങ്ങൾക്ക് ഇത്രയും ഒതന്റിക്കായിട്ട് ബോധ്യങ്ങൾ ഉള്ളതാണ് എങ്കിൽ താങ്കളെ കൂടി വിളിച്ച ധർമ്മരാജ്, അദ്ദേഹത്തിന്റെ പരാതിയിലാണല്ലോ ഈ വിഷയം പുറത്തു വരുന്നത്. അദ്ദേഹം പരാതി കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പുറത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ താങ്കളെ വിളിക്കുവാൻ മാത്രം ബന്ധമുള്ള, അല്ലെങ്കിൽ താങ്കളെ ഒന്ന് വിളിച്ചതിന്റെ പേരിൽ താങ്കൾ സമാന്തര അന്വേഷണം പ്രഖ്യാപിക്കുവാനും മാത്രം സൗഹൃദമുള്ള ധർമ്മരാജ്, ആ ധർമ്മരാജ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇതിനകത്തെ നിഗൂഢത നമ്പർ 1. പരാതിക്കകത്ത് പറയുന്നത് എന്താ? എൻ്റെ 25 ലക്ഷം രൂപ മോഷണം പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പേഴ്സ് നഷ്ടമാകുമ്പോൾ നമ്മൾ 500 എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചിലപ്പോൾ 700 രൂപ ഉണ്ടാകുന്നത് പോലെയല്ല. ഇതൊരു കാറിനകത്ത് കൊണ്ടുവരികയാണ് പൈസ. ആ പൈസ എത്രയാണെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. ഇനി 25 ലക്ഷം എന്ന് പറഞ്ഞിട്ട് എണ്ണി വന്നപ്പോൾ 27 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് 1,19 ലക്ഷം രൂപയാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പരാതി 25 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറയുന്ന ഒരു പരാതിയിൽ അന്വേഷണം നടത്തി അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ 1,19 ലക്ഷം രൂപയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനിയുമുണ്ടെന്നാ. 700 കോടിക്കടുത്തുള്ള ഒരു വലിയ കുഴൽപ്പണ സ്കാമിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാധു പറഞ്ഞ വിഷയത്തിന്റെ ആക്കം കുറച്ചുകൂടി വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇപ്പോൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ലേലം വിളിക്കാരൻ എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. ഇന്നു മുതൽ ഞാൻ അദ്ദേഹത്തിന് പട്ടം കൊടുക്കുക. കാരണം ഇത്ര നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തെ നമ്മൾ
15 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് 2.5 ലക്ഷത്തിലേക്കും പോകാനുള്ള രാഷ്ട്രീയ വിലപേശൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്റെ പൊന്നുമാധു, ഇദ്ദേഹത്തെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ കെ സുരേന്ദ്രനെ അദ്ദേഹത്തെ BJP പ്രസിഡന്റായിട്ട് കേരളത്തിലിട്ട് പരിമിതപ്പെടുത്തരുത്. അദ്ദേഹത്തെ ലാലിഗയിലേക്ക് വിടണം. അവിടെ വലിയ ലേലം വിളികളിൽ നമ്മുടെ ഫുട്ബോൾ താരങ്ങളെ ചെറിയ പൈസക്ക് വില പിടിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ആളാണ് സുരേന്ദ്രൻ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തമാശയുടെ രൂപത്തിൽ അത് പറഞ്ഞുവെങ്കിലും പച്ചയായ രാഷ്ട്രീയ വിലപേശൽ ഈ അടുത്ത കാലത്ത് കേരളം കേട്ടതാണ്. അത് വളരെ ഗൗരവത്തോടെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ല മാധു, ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ടല്ലോ ഈ സുന്ദരയുടെ കാര്യം. സുന്ദരയ്ക്ക് 15 ലക്ഷം രൂപ ചോദിച്ചു, 2.5 ലക്ഷം കൊടുത്തു നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ സുന്ദരയുടെ പ്രസക്തി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. 2016 തെരഞ്ഞെടുപ്പ് സുരേന്ദ്രൻ 82-83 വോട്ടിന് പരാജയപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിൽ കെ സുന്ദര എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിടിച്ചിരിക്കുന്ന വോട്ട് 467. അത് 89 വോട്ടിന് പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ കെ സുന്ദര എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിടിച്ചിരിക്കുന്നത് 467 വോട്ടാ. ആ 467 വോട്ട് ഒരുപക്ഷെ സുരേന്ദ്രന്റെ ഭാവിയെ നിർണയിച്ച വോട്ടുകളായിരിക്കാം, BJPയിലെ അതൃപ്തരുടെ വോട്ടുകളായിരിക്കാം. ആ വോട്ടുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2.5 ലക്ഷം രൂപ കൊടുത്തത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് 2.5 ലക്ഷം രൂപ കൊടുക്കല്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്കാം ആണ്. അതിന് മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ ജേക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ജേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചയായ രാഷ്ട്രീയ വിലപേശൽ അത് തമാശയുടെ ഭാഗമായി പറയേണ്ടതല്ല. അത് വളരെ സീരിയസ് ആയി വളരെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ അപ്പോഴും രാഷ്ട്രീയമായി കൃത്യമായി സുരേന്ദ്രനിലേക്ക് എത്താനുള്ള അവസ്ഥയിലേക്ക് ഇപ്പോഴും അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ ചരട്. ഈ അന്വേഷണം ഇങ്ങനെ സഹായിയിലും അല്ലെങ്കിൽ മറ്റു ജില്ലയിലേക്കും മറ്റു രാഷ്ട്രീയ ബന്ധമുള്ളവരിലേക്കും ഒക്കെ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇല്ല, അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ 2 ദിവസം മുമ്പ് മാതൃഭൂമിയുടെ തന്നെ സംവാദമുറിയിൽ വെച്ചിട്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. OBC മോർച്ചയുടെ സംസ്ഥാന ലീഡർഷിപ്പിലുണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ളയാൾ ഋഷി പൽപു, അദ്ദേഹത്തിൻ്റെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അദ്ദേഹം BJP കൂടുതൽ മെച്ചപ്പെടുകയും നവീകരിക്കപ്പെടുകയും ഇത്തരം കള്ളനോട്ടടികാരും പിടിച്ചുപറികാരും ഇല്ലാത്ത ഒരു BJP കേരളത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു BJP പ്രവർത്തകനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള അനുഭവം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഈ അന്വേഷണം മുമ്പോട്ടേക്ക് പോകുന്നു. ഈ അന്വേഷണം മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ പരസ്പരം കത്തിക്കുത്തുണ്ടായത് BJP പ്രവർത്തകർ തമ്മിൽ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഇടങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ച വാക്കുകൾ എപ്രകാരമായിരുന്നു: ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP പ്രവർത്തകരോട് മഹാവ്യാധിയുടെ കാലയളവിൽ നിങ്ങൾ കാരുണ്യ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുഴൽപ്പണ കേസ് പിടിച്ചു പറിച്ചതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ജില്ലാ അധ്യക്ഷൻ വരെയുള്ളവർ ഏർപ്പെട്ട കണ്ണികൾക്കകത്ത് BJP പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് വരെ നടത്തേണ്ട സാഹചര്യമുണ്ടായത്. കേരള പോലീസ് ശക്തമായ നിലയിൽ ഏത് വമ്പനെയും ഏത് കൊമ്പനെയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടാൻ കഴിയുന്ന നിലയിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുന്നു എന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല. BJP പ്രവർത്തകനായി ഇപ്പോഴും സത്യസന്ധതയുള്ള ഒരു BJP ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അത് സ്വപ്നങ്ങൾ മാത്രമായിരിക്കാം എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ അങ്ങനെ ഒരു BJP ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേരള പോലീസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരമായ വാക്കുകൾ പങ്കുവച്ചത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നറിയിപ്പോടെയാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം അടക്കം BJP സംസ്ഥാന നേതൃത്വം എടുത്തു കളഞ്ഞത്. അതെ, മുൻ അധ്യക്ഷൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും BJPയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഈ പിടിച്ചുപറിക്കാരില്ലാത്ത, കള്ളപ്പണക്കാരില്ലാത്ത, കുഴൽപ്പണ അടികാരില്ലാത്ത ഒരു BJP ഉണ്ടാവണമെന്ന് വിധാസ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഈ അന്വേഷണ സംഘത്തിൽ സത്യസന്ധമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കത്തിക്കുത്തിലേക്ക് വരെ എത്തേണ്ട സാഹചര്യം തൃശ്ശൂർ BJPയിൽ ഉണ്ടായത് എന്ന് മുൻ അധ്യക്ഷൻ പറയുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 22 തവണയാണ് സംസ്ഥാന നേതാവ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരിയറായിട്ടുള്ള മനുഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ 22 വിളികളുടെ മാത്രം അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും സമുന്നതനായ BJP നേതാവ് സമീപ ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഇതേവരെയുള്ള തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഈ സംവാദത്തിനായി നമ്മൾ ഒത്തുചേരുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, സെക്രട്ടറി എന്നവർ വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, ഇവരൊക്കെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതായി നമ്മുടെ മുമ്പിൽ വാർത്തകൾ വരുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെട്ട ആലപ്പുഴയിലെ BJPയുടെ ജില്ലാ ട്രഷറർ പറഞ്ഞത് എന്താണ്? എല്ലാം സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ വാക്കുകൾ എന്താണ്? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാക്കപ്പെടാൻ സാധ്യതയുള്ളയാൾ, അയാളെ തനിക്ക് നന്നായിട്ടറിയാം, അയാൾ നടത്തിയ പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയാം,
പലതവണ അദ്ദേഹം ഇയാളുടെ ഫോണിലേക്കാണ്, സംസ്ഥാന അധ്യക്ഷന്റെ സെക്രട്ടറിയുടെ ഫോണിലേക്കാണ് വിളിച്ചത്. ഇതൊക്കെ നമ്മൾ തൊട്ടടുത്ത മണിക്കൂറുകളിൽ വെളിയിൽ വരുന്ന തെളിവുകളും വാർത്തകളുമാണ്. സ്വാഭാവികമായി ഈ കേസ് ഏറ്റവും മികവുറ്റ നിലയിൽ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ വസ്തുതാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ടേക്ക് നീങ്ങുകയാണ്. CKP പത്മനാഭൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് പറഞ്ഞതുപോലെ ഒരു സംശയവും വേണ്ട, ഇതിൽ ഉപ്പ് തിന്ന ഏറ്റവും ഒടുവിലത്തെ എത്ര വമ്പനായാലും ആ BJPക്കാരൻ ഈ കേസിൽ കുടുങ്ങുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും രണ്ടാമതൊരു സംശയമോ അഭിപ്രായമോ ഉണ്ടാവേണ്ടതായിട്ടില്ല. ശരി, ഞാൻ ശ്രീ KK അനീഷ് കുമാറിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.